സോഷ്യൽ മീഡിയയിൽ ഒരാൾ എഴുതി വിട്ടിട്ടുണ്ട്, നമ്മളെ പ്രസംഗത്തിൻ്റെ താഴെ എഴുതി വിട്ട്, എന്താ നിങ്ങൾക്ക് നബിദിനത്തിന് മാറ്റി ചിന്തിച്ചൂടെ? കഴിഞ്ഞ നബിദിനം നടത്തിയ പള്ളിയും ആളുകളും ഇന്ന് ഒലിച്ചുപോയില്ലേ? അൽഹംദുലില്ലാ, എല്ലാവരും അതൊന്ന് വായിക്കണം. വഹാബിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, ഇതാണ് വഹാബി. എടാ, അള്ളാന്റെ കഅബാലയം ഒലിച്ചു പോയിട്ടുണ്ടല്ലോ ഒരു വട്ടം. നോഹ് നബിയുടെ പ്രളയത്തിൽപ്പെട്ട് ഒലിച്ചു തീർന്നു. എന്ത്? അള്ളാന്റെ കഅബാലയം. എന്നെപ്പോലത്തെ അമുക്കാണെങ്കിൽ എന്നാന്ന് പറയാ, അതിനെക്കൊന്ന് മാറി ചിന്തിച്ചൂടെ? ഇത് ഇവിടെ വേണ്ടിയിരുന്നോ? നമ്മളെ പ്രസംഗത്തിന്റെ തങ്ങൾ വഹാബിയം. ഈ ലോകത്ത് ആരും നന്നായാലും വഹാബിയം ആവില്ല. കാരണം എന്താ പോലെ പ്രശ്നം? അവർ ചെയ്യുന്ന തിന്മയെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല. നന്മയെന്ന് അവർ വിചാരിക്കുന്നത്. ഒരിക്കലും എങ്ങനെ ഒരു മനുഷ്യന് ഇത് എഴുതിയതാണ് ഞാൻ ആലോചിക്കുന്നത്. കഴിഞ്ഞ വർഷം നിങ്ങളെ സമസ്തന്റെ പള്ളിയായിരുന്നു, അതായത് അല്ലേ? അങ്ങനെ വായിച്ചില്ലേ? നിങ്ങളെ സമസ്തന്റെ പള്ളിയിൽ നബിദിന യോഗം നടത്തിയ പള്ളി മൂല്യരും ആ മയിലൊന്നും ഇല്ലല്ലോ, ഒലിച്ചു പോയില്ലേ? എന്തിനെന്താ ഉരുള് പൊട്ടിപ്പോയില്ലേ? നിങ്ങൾക്കൊന്ന് മാറി ചിന്തിച്ചൂടെ? എന്താ അവസ്ഥ? അപ്പൊ വഹാബിയെ കൂട്ടാൻ പോലും എന്തു ചെയ്യും, എന്തും പറയും. ഇത് നൂഹ് നബിന്റെ കാലത്തില്ലാത്ത നന്നായി. എന്നാ ആദം നബിനെ ചീത്തറിയും, ഇത് ഇവിടെ വേണ്ടില്ലായിരുന്നു, അയാൾക്കൊന്ന് മാറി ചിന്തിച്ചൂടായിരുന്നു. ഇതാണടാ വഹാബി. ഈ ലോകത്താരും നന്നായാലും വഹാബി എന്നാണ്. അത്തരം ഒരു വൃത്തികെട്ടൊരു മനുഷ്യൻ ഈ ലോകത്തിൽ ഒരു ഹിന്ദുവിനും പറഞ്ഞു കൊടുത്ത മനസ്സിലാവും. കുറച്ചേരം ഉണ്ടായിരിക്കും, വഹാബിനോട് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. പിന്നെ അവർ തിരിച്ചു വരികയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. തിരിച്ചു വരില്ല. ഒരു ഹിന്ദു തിരിച്ചു വരില്ല എന്ന് ഹദീസില്ല. ഒരു ക്രിസ്ത്യാനി തിരിച്ചു വരില്ല എന്ന് ഹദീസില്ല. ഒരു ജൂതൻ തിരിച്ചു വരില്ല എന്ന് ഹദീസില്ല. ഒരു വഹാബി തിരിച്ചു വരില്ല എന്ന് ഹദീസുണ്ട്. അത് വഹാബിയെ പറ്റിയാണെന്ന് എങ്ങനെ മൂല്യം നിങ്ങൾക്ക് മനസ്സിലായി? എടാ, 100 കൊല്ലത്തെ സമസ്ത മൂല്യന്മാര് ഹദീസ് അങ്ങനെ വിശദീകരിച്ച്, അല്ലെങ്കിൽ സമസ്ത യോഗം കൂടിയിട്ട് അത് തെറ്റായിരുന്നു ഞങ്ങളെ മുൻഗാമികൾ പറഞ്ഞതെന്ന് അടുത്ത മുഷാവറയിൽ തീരുമാനിക്കണം. നിങ്ങളെ വെറുതെ വിടുന്നു ഞാൻ ഒരിക്കലും വിചാരിക്കണ്ട. ഒരു ഹിന്ദു ധർമ്മത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന ഹദീസില്ല. ഒരു ക്രിസ്ത്യാനി ധർമ്മത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന ഹദീസില്ല. ഒരു ജൂതൻ തിരിച്ചു വരില്ല എന്ന ഹദീസില്ല. എന്നാൽ വഹാബി തിരിച്ചു വരില്ല എന്ന് പുണ്യ റസൂൽ പറഞ്ഞു. ഒരിക്കലും ഒരു തിരിച്ചു വരില്ല എന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞു. ഈ ഹദീസിന്റെ അർത്ഥം എങ്ങനെയാണെന്ന് എല്ലാവരും വിശദീകരിച്ചിട്ടുണ്ട്. നമ്മളെ മുൻഗാമികളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതാണ് ആ കാണുന്നത്. ഇന്നലെ ഒരുത്തൻ്റെ ഒരു പ്രഭാഷണത്തിന്റെ ശകലം ഒരാൾ എനിക്ക് അയച്ചു തന്നുണ്ട്. അല്ലാഹു റസൂൽ വഫാത്തായത് റബീഉൽ അവ്വൽ 12-നല്ലേ? ആ ദിവസം എങ്ങനെയാണ് നിങ്ങൾക്ക് പാട്ട് പാടാനും നിങ്ങൾക്ക് ചാടിക്കളിക്കാനും കഴിയണു? സത്യം. ആയിക്കോട്ടെ, ഞാൻ അംഗീകരിച്ചു. ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് അടുത്ത റബീഉൽ അവ്വൽ 12 മുതൽ പ്രസംഗം 12-ന്, പാട്ടും ദഫൊക്കെ 13-ന് നിങ്ങൾ കൂടുവോ? അല്ലെ 12 നിങ്ങളെ പ്രശ്നമെങ്കിൽ നിങ്ങളെ പള്ളിയിലും മദ്രസയിലും ഒക്കെ 13 ആക്കിയാൽ മതിയല്ലോ. എങ്ങനെങ്കിലും നമ്മളെ വല്യന്മാര് പറയും തൂറിത്തോൽപ്പിക്കുക. പ്രസംഗിച്ചിരിക്കുക എന്തവരൊക്കെ കേൾക്കാം. നമ്മൾ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി കിട്ടിയെന്നല്ലടാ ചങ്ങായി. വഫാത്തായത് ഹബീബാ റസൂലുള്ളാഹിന്റെ വഫാത്തിനൊരു മനുഷ്യന്റെ പേരിൽ ദുഃഖിക്കുന്നൊരു പരിധിയുണ്ട്. എന്നാൽ ഹബീബാ റസൂലുള്ളാ എന്നൊരാൾ ഇവിടെ വന്നിട്ടില്ലായിരുന്നെങ്കിൽ, നമ്മളാ റസൂൽ എന്ന ഹബീബാ റസൂലുള്ളാഹിന്റെ ളുഹൂർ നിങ്ങളുടെ നേതാവ് ഇബ്നു തൈമിയ വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ദിവസം സന്തോഷിച്ചാൽ, അതനുസരിച്ച് റബീഉൽ അവ്വലിൽ ഒരാൾ സന്തോഷിച്ചാൽ അയാൾക്ക് കൂലി ഉറപ്പാണ്. എന്തുകൊണ്ട്? ലിഹുസ്നി ളന്നിഹി, അയാളുടെ വിചാരം നല്ലതാണ്. മുസ്തഫ, അയാൾ ബഹുമാനിച്ചത് നബിയാണ്. അതുകൊണ്ട് അയാൾ കൂലി കിട്ടാൻ അയാൾക്ക് ഉറപ്പുണ്ട്. ആരെഴുതിയിട്ടുണ്ട്? റബീഉൽ അവ്വലിനെ ആദരിച്ച് ഒരാൾ അതോടനുബന്ധിച്ച് സന്തോഷിക്കുകയും അയാൾ സന്തോഷത്തെ പ്രകടിപ്പിക്കുകയും ചെയ്താൽ അയാൾക്ക് കൂലി കിട്ടുമെന്ന് ഇബ്നു തൈമിയ രേഖപ്പെടുത്തിയിട്ടുണ്ട് തന്റെ സിറാത്തുൽ മുസ്തഖീമിൽ. വേണമെങ്കിൽ എടുത്തു നോക്കുക. എന്തുകൊണ്ട്? അവന്റെ ചിന്ത നല്ലതാണ്. അവൻ ബഹുമാനിച്ചത്, അവൻ സന്തോഷിച്ചത് ആരെ പറ്റിയാണ്?
ഹബീബ നബിയെ പറ്റിയാണ്. പിന്നെയോ അവൻ ബഹുമാനിച്ചത് ആരെയാണ്? ഹബീബ നബിയാണ്. നിങ്ങൾ നേതാവിന്റെ പുസ്തകങ്ങളൊന്നും എടുത്തു ചോദിക്കണം. പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ തിരിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞല്ലേ. ഞാൻ എന്തിനാ വെറുതെ സമയങ്ങളിൽ തിരിച്ചു വരില്ല. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ.